ദൈവം എളിയവനെ കുപ്പയിൽ നിന്ന് ഉയർത്തി ജലത്തിൻ്റെ പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുന്നു എന്ന തിരുവെഴുത്ത് പോലെയാണ് ടി മാത്യു എബ്രഹാം തേക്കുംമൂട്ടിൽ അച്ചായൻ്റെ അനുഭവം. നാട്ടുകാർ ബേവിച്ചാൻ എന്ന് വിളിക്കുന്ന പ്രിയ തേക്കുപൊട്ടിച്ചായനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. അങ്ങേ ഈ ടെലിവിഷൻ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ക്നാനായ സമുദായം നൂറ്റാണ്ടുകളായി ഈ കേരളത്തിൽ നിലനിൽക്കുകയാണ്. എന്നാൽ ഈ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പാണ് കൊടുങ്ങല്ലൂരിൽ ക്നാനായക്കാർ ഇറങ്ങിയതിൻ്റെ ഒരു സ്മാരകം വരുന്നത്. അതിൻ്റെ പുറകിൽ പ്രിയപ്പെട്ട ബേക്കുട്ടിച്ചായൻ്റെ കരങ്ങളായിരുന്നു, സ്വപ്നങ്ങളായിരുന്നു എന്ന് പൊതുവെ സംസാരമുണ്ട്. അതേക്കുറിച്ച് എന്താണ് ചുരുക്കിയ വാക്കുകൾ പറയാറുള്ളത്? ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇതേക്കുറിച്ച് ആലോചിച്ചിരുന്നു. ക്നാനായക്കാരുടെ കുടിയേറ്റം കൊടുങ്ങല്ലൂരാണ് എന്ന് പല പാട്ടുകളിൽ നിന്നും കേട്ടിട്ടുണ്ട്. എങ്കിൽ അവിടെ ക്നാനായക്കാരുടേതായ ഒരു ടെലിഫോൺ ബൂത്ത് പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അതേക്കുറിച്ച് അന്വേഷിച്ചിറങ്ങുകയും പല സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും അവിടെ ക്നാനായക്കാരുടെ ഒരു സ്മാരകമെങ്കിലും ഉണ്ടാക്കണമെന്ന് അഭിവൃദ്ധി മെത്രാപ്പോലിത്തമാരോട് അപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ വർഷങ്ങളായിട്ടും അതിന്മേൽ നടപടിയൊന്നും ഉണ്ടായില്ല. തുടർന്ന് അമേരിക്കൻ ഭദ്രാസനത്തിൻ്റെ ചുമതലയുള്ള സിൽവാനോസ് തിരുമേനി ഷൊർണൂരിൽ നമ്മുടെ പള്ളിയുടെ പെരുന്നാളിന് വന്നപ്പോൾ അവിടുന്ന് വീട്ടിലായിരുന്നു ആഹാരം, താമസം. അവിടെ വെച്ച് ഈ കാര്യങ്ങൾ ഞങ്ങൾ എടുത്തിടുകയും അഭിനന്ദ തിരുമേനി പറഞ്ഞു, സ്ഥലം കണ്ടുപിടിച്ചു, ഞാൻ കാശ് തരാമെന്ന്. സന്തോഷം എന്ന് പറഞ്ഞ സ്ഥലം വിത്തിൻ 2 days വി വിൽ ഫൈൻഡ് ഔട്ട്. ദൈവവിദ്യ അത് 2 ദിവസത്തിലെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റി. ഈ വിവരങ്ങൾ തിരുമേനി അറിയിച്ചു. മറ്റു തിരുമേനിമാരുടെ സപ്പോർട്ടില്ലായിരുന്നു? ഉണ്ടായിരുന്നു. എല്ലാ 4 തിരുമേനിമാരുടെയും സപ്പോർട്ടുണ്ട്. അവരെല്ലാം വന്ന് കണ്ടതാണോ? എല്ലാവരും വന്ന് കണ്ടതാണ് ഈ സ്ഥലം. പിന്നെ എങ്ങനെ ഇത് പണിതിൻ്റെ മുഴുവൻ പൈസ മുടക്കാരായിരുന്നു? എന്തോ ഈ സിൽവാനി തിരുമേനിയാണോ പൈസ എല്ലാം മുടക്കിയത്? ഇല്ല, ഒരു പൈസ പോലും മുടക്കിയിട്ടില്ലായിരുന്നു. ഇല്ല. പൈസ മുഴുവൻ ഞാൻ തന്നെയാണ് പ്രാരംഭ ദശയിൽ മുടക്കിയിട്ടുള്ളത്. അത് നമ്മൾ അഡ്വാൻസ് എടുത്തതേ ഉള്ളൂ. കല്ലിടുമ്പോൾ പോലും പൊസസ് എടുത്തിട്ടില്ല. അപ്പോൾ അതനുസരിച്ച് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഒരാൾ പോലും എൻ്റെ കൂടെ വന്നില്ല, ഒരു അച്ഛന്മാർ വന്നില്ല, ആരും വന്നില്ല. ഞാനും എൻ്റെ ഭാര്യയും തന്നെ ഇപ്പോൾ പള്ളിയിരിക്കുന്ന കൊടുങ്ങല്ലൂരിലെ സ്ഥലത്ത് പോവുകയും അതിൻ്റെ ഉടമസ്ഥരോട് സംസാരിച്ച് സ്ഥലം വാങ്ങുകയല്ലേ ഇത്. സ്ഥലത്തിന് കുറേ കാര്യമായ എമൗണ്ട് അഡ്വാൻസ് കൊടുത്തിട്ട് ആ സ്ഥലം അഡ്വാൻസ് പൊസഷൻ എടുക്കുകയും ചെയ്തു. അവിടെയാണ് ഇപ്പോൾ നമ്മുടെ പള്ളി കുടികൊള്ളുന്നത്. അവിടെ പള്ളിയുണ്ട്, സ്മാരകമുണ്ട് അല്ലേ? 2 ഒന്നേ ഉള്ളൂ. അവിടെ വെച്ച് നടന്ന ഒരു പരിപാടിയിലാണല്ലോ അതുകൊണ്ട് പിന്നെ ബേക്കുട്ടിച്ചായന് അവാർഡ് തന്നിരിക്കുന്ന മന്ത്രിയുണ്ട്, ഇതിനകത്ത് വലിയ തിരുമേനിയുണ്ട്, നമ്മുടെ ബഹുമാന്യന് ആലിച്ചായൻ ആറന്നിലുണ്ട്, ഇവരെല്ലാം ഉണ്ടല്ലോ. അവിടെ വെച്ച് കിട്ടിയ ഒരു വലിയ പുരസ്കാരമാണല്ലോ ഈ കാണുന്നത്, എൻ്റെ കയ്യിലിരിക്കുന്നത്. അവിടെ വെച്ച് പരസ്യമായിട്ട് ബേക്കുട്ടിച്ചായനെ അവിടെ ആദരിക്കാനിടയായി തീർന്നല്ലേ? സേവേറിയോസ് തിരുമേനി അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്ത് തിരുമേനിയാണ് ആദരിച്ചത്. എന്നാൽ അന്ന് ഗ്രിഗോറിയോസ് തിരുമേനിയും ഈവാനോസ് തിരുമേനിയും അവിടെ സ്ഥലത്തുണ്ടായിരുന്നു മീറ്റിങ്ങിൽ. ഇതൊക്കെ പറഞ്ഞാലും ഷൊർണൂർ പള്ളി ഇവിടെ സ്ഥാപനത്തിലും ബേക്കുട്ടിച്ചായൻ്റെ പങ്കാളിത്തം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടോ? അതിൻ്റെ കാര്യം ഒന്ന് പറയാം. ഷൊർണൂർ പള്ളി എന്ന് പറയുന്നത് ഞങ്ങൾ ഷൊർണൂരെടുത്ത് പോയി കമ്പനി തുടങ്ങുകയും ആ സ്ഥലത്ത് നമ്മുടെ ആൾക്കാർക്ക് പള്ളിയിൽ പോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ അത് ഞങ്ങൾ
സ്ഥലം വാങ്ങിച്ച് നാനായ സമുദായ പത്രാപോലത്തെ കൊണ്ടുവന്ന് കാണിച്ച് 2-3 സ്ഥലങ്ങൾ കാണിച്ചു. അതിലിപ്പോൾ പള്ളിയിരിക്കുന്ന സ്ഥലമാണ് തിരുമേനിക്ക് ഇഷ്ടപ്പെട്ടത്. അവിടെ പിന്നീട് അതിൻ്റെ ചുമതല മുന്നോട്ട് പോവുകയും അത് വാങ്ങിക്കാനായിട്ട് ഉള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്യും. പള്ളി പണിതു അത് കംപ്ലീറ്റ് പൈസ മുടക്കുകയും തന്നെയല്ലേ? അല്ല പിന്നെ നമ്മൾ കോൺട്രിബ്യൂഷൻ വാങ്ങിച്ചു. നമ്മൾ തന്നെയാണെന്ന് വരാതിരിക്കാൻ വേണ്ടി. അല്ല, സമുദായത്തിൻ്റെ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് അവിടുത്തെ ചെയ്യേണ്ട ആവശ്യമില്ല. അത് സമുദായത്തിലാണ്. അത് അതിനകത്തുള്ള കോൺട്രിബ്യൂഷൻ്റെ എമൗണ്ടിൻ്റെ വലിപ്പമല്ല, ഒരു സഹകരണം. അത് എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തിച്ച് വേണം ചെയ്യുവാൻ. ശരിക്കും പറഞ്ഞാൽ പല ദേവാലയങ്ങളുടെയും നിർമ്മിതിയിൽ വേക്കുട്ടിച്ചായൻ്റെ പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ വേക്കുട്ടിച്ചായൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം വളരെ സീറോയിലായിരുന്നു. അതിൻ്റെ രഹസ്യം അമ്മ പ്രാർത്ഥിച്ചു തന്ന 1 രൂപയിൽ നിന്നാണ് സദേൺ റോക്ക് എന്ന വലിയ മഹത്തായ കമ്പനിയും അതിൻ്റെ തുടക്കവും അതിൻ്റെ വിജയവും ഒക്കെ. അതേക്കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ സംസാരിക്കാമോ? 100 പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ഞാൻ ഗവൺമെൻറ് സർവീസിലായിരുന്നു. ആസ് എ മൈൻസ് മാനേജർ കുണ്ട്ര കേരള സർവീസിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അവിടെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കവേ കുറച്ച് നാളുകളായിട്ടും അതങ്ങനെ പോകുന്നു. Then I took a decision to improve the project as a mines. Accordingly, I informed this matter to the managing director of the Kerala Ceramics. He encouraged me and started to find out a new project in the name and ownership of Kerala Ceramics. I took keen interest and involvement in the project. Luckily, I could shape the project within 1 week. And submitted the project report to the managing director, Mrs. Sudha Birla IAS. അതിലെനിക്ക് അഭിമാനമുണ്ട്. ഏതായിരുന്നാലും അങ്ങനെ ഒരു പുതിയ പ്രൊജക്റ്റ് അവിടെ ഉണ്ടാകുവാനിടയായി. എന്നെ ആ പ്രൊജക്റ്റിൻ്റെ മാനേജറായിട്ട് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിൽ സന്തോഷം. It was reported to the government, and after the approval of the government of Kerala only, this was started. അവിടെ വെച്ചാണോ ഈ ഇവിടെ ഇത് തുടങ്ങാനുള്ള പാറമടയൊക്കെ ആരംഭിക്കാനുള്ള ആഗ്രഹം ഉണ്ടായത്? അതെനിക്ക് നേരത്തെ ഉള്ള. എത്ര പാറമടകൾ സ്ഥാപിച്ചു? ഒരു 10 കൂടുതൽ താമസിച്ചു. അതെല്ലാം വിജയത്തിലെത്തിക്കാൻ സാധിച്ചു. ഓക്കെ. ഈ സമൂഹത്തിൽ വേദന അനുഭവിക്കുന്ന ആളുകൾക്ക് ആശ്വാസമാകുന്ന ഒരുപാട് കാര്യങ്ങൾ വളരെ രഹസ്യമായി ചെയ്തിട്ടുണ്ട്. അതുമായി ബേസ് ചെയ്താണല്ലോ പല പുരസ്കാരങ്ങളും അങ്ങക്ക് ലഭിച്ചിട്ടുള്ളത്. അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ലെങ്കിൽ നല്ല ശമരിയാക്കാരുടെ വഴിയിലൂടെ പലപ്പോഴും നിശബ്ദമായി യാത്ര ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതേക്കുറിച്ച് ഒന്ന് കേൾവിക്കാർക്ക് ആവേശം പകരുന്നതും പ്രചോദനമാകുന്ന ചില വാക്കുകളെന്ന് പറയാമോ? എനിക്കിതേക്കുറിച്ച് കൂടുതലായി എന്തെങ്കിലും പറയുവാനോ ആക്ട് ചെയ്യുവാനോ അതിൻ്റെ ഉത്തരവാദിത്വം എടുക്കാനോ ഞാൻ തയ്യാറല്ല. കാര്യം ഇത് മുഴുവൻ ദൈവമാണ് എന്നെ ഏൽപ്പിച്ചത്. ദൈവം ഓരോ കാര്യങ്ങൾ ഏൽപ്പിച്ചു, ഞാനത് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഐ ആം നോ സ്പെഷ്യൽ ഗ്യാരണ്ടി ഓർ റെപ്രസെൻറ്റേഷൻ ഇൻ ദിസ് മാറ്റർ. വളരെ തിരക്കുകളുടെ നടുവിൽ ഞങ്ങളുടെ ഈ ചാനലിനോട് സഹകരിച്ചതിന് പ്രത്യേകമായി നന്ദിയുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. പേക്കുട്ടിച്ചാൻ്റെ എല്ലാ വിജയങ്ങളുടെയും പുറകിൽ പ്രിയ ആൻറ്റിയും
മക്കളുടെയും ശക്തമായ സപ്പോർട്ടും പിന്തുണയുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അനേകർക്ക് ബേബിക്കുട്ടിച്ചായൻ്റെ ഈ ജീവിതാനുഭവം പ്രചോദനമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെയും ഉപയോഗിക്കട്ടെ. അനേകർക്ക് നിങ്ങൾ ഒരാശ്വാസമായി തീരട്ടെ.